Dear friends, welcome to the seminar topic Longitudinal Vibration of CO2 molecule. CO2 moleculeന്റെ longitudinal vibration. ഏത് ചാപ്റ്റർ ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തിയറി ഓഫ് സ്മോൾ ഓസിലേഷൻസ് അല്ലേ? സ്മോൾ ഓസിലേഷൻസിന്റെ തിയറി. അപ്പം ഇൻട്രൊഡക്ഷൻ ആയിട്ട് അനഘ സ്മോൾ ഓസിലേഷൻ എന്തുവാന്ന് പറഞ്ഞിരുന്നു. എന്തുവായിരുന്നു സ്മോൾ ഓസിലേഷൻ? If the displacement from the stable equilibrium are small, the motion can be described as small oscillations. ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്നുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് സ്മോൾ ആണ് എങ്കിൽ അതിൻ്റെ മോഷൻ, ആ ഒരു മോഷൻ അതിനെ നമ്മൾ എന്ത് പറയാൻ പറ്റും? സ്മോൾ ഓസിലേഷൻസ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്തുവാ? ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻസ് ആർക്കാണ്ട് സ്മോൾ ഓസിലേഷൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം. ചെറിയ ആംപ്ലിറ്റ്യൂഡിലുള്ള ഓസിലേഷൻസിനെ എന്ത് വിളിക്കാൻ പറ്റും? സ്മോൾ ഓസിലേഷൻസ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഈ സ്മോൾ ഓസിലേഷൻസ് കുറേയധികം ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന കുറേയധികം സെക്ഷൻ അവൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു? മോളിക്കുലാർ സ്പെക്ട്ര, അക്വസ്റ്റിക്സ്, വൈബ്രേഷൻ ഓഫ് ആറ്റംസ് ഇൻ സോളിഡ്സ്, vibrations of coupled mechanical systems and coupled electrical circuits. അപ്പോൾ മോളിക്കുലാർ ലെവലിലും നമ്മുടെ സ്മോൾ ഓസിലേഷൻ അല്ലെങ്കിൽ തിയറി ഓഫ് സ്മോൾ ഓസിലേഷൻസിൻ്റെ ആപ്ലിക്കേഷൻ കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു മോളിക്കുലാർ ലെവലിലെ ഒരു ഡെറിവേഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ ഓഫ് CO2 മോളിക്കൂൾ. CO2 മോളിക്കൂളിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ വൈബ്രേഷൻ ഇസ് ദ മെക്കാനിക്കൽ ഓസിലേഷൻസ് ആണ്. മെക്കാനിക്കൽ ഓസിലേഷൻസിനെ എന്ത് വിളിക്കുന്നത്? വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. വൈബ്രേഷൻ തന്നെ കുറേ ടൈപ്സ് വൈബ്രേഷൻസ് ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ ഉണ്ട്, ട്രാൻസ്ഫേഴ്സ് ഉണ്ട്, ടോർഷണൽ വൈബ്രേഷൻ ഉണ്ട്. നമുക്കറിയാം ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാൻസ്ഫേഴ്സിനെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു വൈബ്രേഷൻ, ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷനെ കുറിച്ച്, ആ എന്തിൻ്റെ CO2 മോളിക്യൂളിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വൈബ്രേഷൻസ് തന്നെ നമുക്ക് ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, ഫേസ് അങ്ങനെയൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും വൈബ്രേഷൻസ്. ഇവിടെ നമ്മൾ CO2 മോളിക്യൂളിൻ്റെ വൈബ്രേഷൻസ് ഫ്രീക്വൻസി ലെവൽ, ഫ്രീക്വൻസീസിൻ്റെ വെച്ച് ഡിസ്ക്രൈബ് ചെയ്യുവാണ്. ഫ്രീക്വൻസീസ് CO2 ഇപ്പോൾ വൈബ്രേഷൻസ് എങ്ങനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, ഫേസ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് വൈബ്രേഷൻസ് ഡിസ്ക്രൈബ് ചെയ്യാം. ഇവിടെ നമ്മൾ ഫ്രീക്വൻസി വെച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫ്രീക്വൻസി വെച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ട് നോർമൽ മോഡ്സ്, നോർമൽ കോർഡിനേറ്റ്സ് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മുടെ എക്സാമിൻ്റെ ഒരു എസ് എ പോർഷനായിട്ട് ഈ ഒരു ചാപ്റ്ററിലെ ഈ പോർഷൻ എന്ന് പറയുമ്പോൾ എസ് എ പോർഷനാണ്. അപ്പോൾ നമ്മൾ ഡെറിവേഷനിലോട്ട് പോവാണ്. ആദ്യം നമുക്ക് CO2 മോളിക്കൂൾ വേണമല്ലോ. നമ്മളൊരു CO2 മോളിക്കൂളിനെ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഒരു C മോളിക്കൂള്, 2 ഓക്സിജൻ മോളിക്കൂള്. അതിനെ 2 സ്പ്രിങ് വെച്ച് കണക്ട് ചെയ്തിരിക്കുമെന്ന് വെച്ചു. 2 സ്പ്രിങ് വെച്ചിട്ട് ഒരു കാർബൺ മോളിക്കൂൾ, ഒരു കാർബൺ ആറ്റത്തെ 2 സ്പ്രിങ് വെച്ചിട്ട് 2 ഓക്സിജനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ കാർബൺ ആറ്റത്തിൻ്റെ മാസ് ക്യാപിറ്റൽ M, ഓക്സിജൻ്റെ മാസ് സ്മോൾ m ആണ് വെച്ചു. എന്നിട്ട് ഈ സ്പ്രിങ്ങിന് ഒരു സ്പ്രിങ് കോൺസ്റ്റന്റ് കാണുമല്ലോ, അത് K ആണ് കൺസിഡർ ചെയ്യും. K ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്തത്? കൺസിഡർ CO2 മോളിക്കൂൾ, ഒരു C ആറ്റം ഉണ്ട്, 2 ഓക്സിജൻ ആറ്റംസ്, 2 സ്പ്രിങ്സ്, K സ്പ്രിങ് കോൺസ്റ്റന്റ് ഉള്ള 2 സ്പ്രിങ്സ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ മോഷൻസ്, ഇതിൻ്റെ സ്മോൾ ഓസിലേഷൻസിനെ അല്ലെങ്കിൽ സ്മോൾ വൈബ്രേഷനെ കുറിച്ചാണ് നമ്മൾ, ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ CO2 മോളിക്കൂള് റെഡിയാണ്. എന്തിന്? സ്മോൾ ഓസിലേഷൻസ്. ഇപ്പോൾ ഈ CO2 മോളിക്കൂൾ എന്ന് പറയുന്ന 3 എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേരാന്ന് വെച്ചോ. അവരുടെ കയ്യിൽ ഇങ്ങനെ നമ്മളൊന്നെങ്കിൽ സ്പ്രിങ് അല്ലെങ്കിൽ വല്ല കയർ എന്തെങ്കിലും കെട്ടി വെക്കുവാണെങ്കിൽ എന്ത് പറ്റും? അവരിങ്ങനെ അനങ്ങില്ലേ? ഒരാൾ അനങ്ങുന്നതനുസരിച്ച് മറ്റു 2 പേരും അനങ്ങും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനങ്ങും. അതുകൂട്ട് തന്നെ നമ്മുടെ ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്തു.
അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തതനുസരിച്ച് ഈ രണ്ട് കുറുമ്പികളും ഈ കാർബണും ഓക്സിജനും എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് ഡിസ്പ്ലേസ് ആവും അല്ലേ. ഈ നമ്മുടെ 3 എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേരാണ് ഈ ഓക്സിജൻ, ഈ 2 ഓക്സിജനും ഈ കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓക്സിജൻ ഡിസ്പ്ലേസ് ചെയ്യുന്നതനുസരിച്ച് ഇത് രണ്ടും ഡിസ്പ്ലേസ് ആവുന്നു. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് x1, x2, x3 ആണെന്ന് വെച്ചു, 3 ഡിസ്പ്ലേസ്മെൻറ്റുകൾ. അപ്പോൾ നേരത്തെ സ്റ്റേബിളായിട്ടിരുന്നപ്പോൾ അതിന് എന്തുണ്ടായിരുന്നു, ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു. ഡിസ്പ്ലേസ് ആയപ്പോഴത്തേക്കും അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടായില്ലേ. അപ്പോൾ നമുക്ക് ആ കൈനറ്റിക് എനർജി ഒന്ന് നോക്കാം. ആ കൈനറ്റിക് എനർജി ഓഫ് ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം, ദ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം, അത് നമുക്ക് നോക്കാം. ടോട്ടൽ കൈനറ്റിക് എനർജി T ഈക്വൽ ടു ആദ്യത്തെ ഓക്സിജൻ ആറ്റം വെച്ചിട്ടുള്ള അതിൻ്റെ മാസും x1 എന്ന് പറയുന്ന അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ടുള്ള കൈനറ്റിക് എനർജി എങ്ങനെ എഴുതാം, ½ x1 ഡോട്ട് സ്ക്വയർ. x1 ഡോട്ട് എന്ന് പറയുമ്പോൾ dx1/dt നമുക്കത് അറിയാമല്ലോ. പിന്നെ കാർബണിൻ്റെ വെച്ചിട്ടുള്ളത് ½ M x2 ഡോട്ട് സ്ക്വയർ പ്ലസ് ½ m x3 ഡോട്ട് സ്ക്വയർ. അതാണ് നമ്മുടെ ടോട്ടൽ കൈനറ്റിക് എനർജി. അപ്പം നമ്മുടെ കൈനറ്റിക് എനർജി ഒരു 3/3 മെട്രിക്സിൽ നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും, T ഈക്വൽ ടു T11, T12, T13, T21, T22, T23, T31, T33, അല്ല 32, 33 അങ്ങനെ ആയിരിക്കും അല്ലേ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 3/3 മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകാം. അപ്പോൾ നമ്മുടെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ T is equal to ½ m x1 dot square plus ½ m x2 dot square plus ½ m x3 dot square. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 3/3 മെട്രിക്സിൻ്റെ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പോവാണ്. ഓരോ ടേമുകളും T11, T12 അങ്ങനെ ഓരോ ടേമുകളും നമ്മൾ ഈ ഇക്വേഷനിൽ നിന്നും എടുക്കാൻ പോവാണ്. ആദ്യത്തെ ടേം എന്താണ്, T11. T11 ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ T11, T12, ഈ 1, 2, 1, 1 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് എന്തുവാന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ അത് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതി. T11 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആറ്റം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ആദ്യത്തെ ആറ്റം എന്ന് പറയുമ്പോൾ എന്തുവത്, ഈ ഓക്സിജൻ ആറ്റം, ഈ ആറ്റവും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് x1, അതാണ് T11. അപ്പോൾ T12 എന്തുമായിരിക്കും, ആദ്യത്തെ ആറ്റവും രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റും ആയിരിക്കും T12. അപ്പം T13യോ ആദ്യത്തെ ആറ്റവും മൂന്നാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റും ആയിരിക്കും അല്ലേ. അതനുസരിച്ചാണ് ഓരോ ടേമുകൾ പോകുന്നത്. അപ്പം T21 എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ ആറ്റവും ആദ്യത്തെ ഡിസ്പ്ലേസ്മെൻറ്റും, T22 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ആറ്റവും രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്, അങ്ങനെ ആ ഓരോ ടേമുകളും പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടേം നോക്കുകയാണെങ്കിൽ T11 ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു ഡോ സ്ക്വയർ T/ഡോ x1 ഡോട്ടിൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം T11 വെച്ചിട്ട് നമുക്ക് നമ്മൾ നോക്കുകയാണ് ഏത് ടേമാണുള്ളത്, നമുക്ക് ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, ഡോ സ്ക്വയർ T എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടുന്നു, സ്മോൾ m കിട്ടുന്നു. അപ്പോൾ T11 ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേമേ ഉള്ളായിരുന്നു നമുക്കിവിടെ ഇല്ലേ, ആദ്യത്തെ ആറ്റവും ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തത്. അതിൻ്റെ ഡോ സ്ക്വയർ T/ഡോ x1 ഡോട്ട് സ്ക്വയർ ചെയ്തു, m കിട്ടി. അടുത്ത രണ്ടാമത്തെ ടേം എന്തുവാണ്, T12. അത് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും നമുക്ക്, T12 എന്ന് പറയുന്ന അതായത് T12 എന്ന് പറയുമ്പോൾ എന്തുവായിരുന്നു, ആദ്യത്തെ ആറ്റവും രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. അത് ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ടേമിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഒരു ടേമും ഇല്ലല്ലേ. ഇതെന്ന് പറയുന്നത് എന്തുവാണ്, രണ്ടാമത്തെ ആറ്റവും രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റും ആണ്. നമുക്ക് എന്ത് വരുന്നത്, ആദ്യത്തെ ആറ്റവും രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റാണ് വേണ്ടത്. അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടേം എന്തായിട്ട് പോകുന്നു, 0 ആയിട്ട് പോകുന്നു. അപ്പം ഇനി അടുത്തത് എന്തുവാണ്, T13 എന്ന് പറയുന്നത് എന്തുമായിട്ട് പോകുന്നു, 0 ആയിട്ട് പോകുന്നു. അങ്ങനെ ഒരു ടേം ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് 0 ആയിട്ട് പോകുന്നു. അടുത്ത റോയിൽ നമുക്ക് T21 എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ, അതായത് രണ്ടാമത്തെ ആറ്റവും ആദ്യത്തെ ഡിസ്പ്ലേസ്മെൻറ്റും. അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ടേം കാണാൻ പറ്റുമോ, ഇല്ല. അതും എന്തുമായിട്ട് പോകുന്നു, 0 ആയിട്ട് പോകുന്നു. അടുത്ത എന്തുവാണ്, T22
T22 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ആണ്ടെ രണ്ടാമത്തെ ആറ്റം രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ഈ ഒരു ടേം. ഈ ഒരു ടേമിന്റെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? ഡോ സ്ക്വയർ ടി ബൈ ഡോ x2 ഡോട്ടിന്റെ സ്ക്വയർ. അതെന്ത് കിട്ടും? ക്യാപിറ്റൽ എം എന്ന് കിട്ടും. അടുത്തത് T23 എന്ന് പറയുന്ന ഒരു അത് ബേസ് ചെയ്തിട്ടുള്ള ടേം ഉണ്ടോ? അതായത് രണ്ടാമത്തെ ആറ്റം മൂന്നാമത്തെ ഡിസ്പ്ലേസ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ടേം ഉണ്ടോ ഇതിനകത്ത്? ഇല്ല, അതുകൊണ്ട് അത് 0 ആയിട്ട് പോകുന്നു. പിന്നെയും അടുത്ത റോ T31 എന്ന് പറയുന്നത് ഇല്ല, 0 ആയിട്ട് പോകുന്നു. T32 എന്ന് പറയുന്നത് 0 ആയിട്ട് പോകുന്നു. പക്ഷെ എന്തുണ്ട്? T33 ഉണ്ട്. അതെന്ത് കിട്ടും നമുക്ക്? ഡോ സ്ക്വയർ ടി ബൈ ഡോ x3 ഡോട്ടിന്റെ സ്ക്വയർ. അതായത് ഈ ടേം ബേസ് ചെയ്ത് നമ്മൾ ഇത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ സ്മോൾ എം കിട്ടും അല്ലേ? അപ്പൊ നമ്മുടെ മെട്രിക്സ് 3/3 മെട്രിക്സിന്റെ ഓരോ ടേമുകളും കണ്ടുപിടിച്ചു. അതിനകത്ത് ഈ 3 ടേമുകൾ ഒഴികെ ബാക്കിയെല്ലാം എന്ത് കിട്ടി? നമുക്ക് 0 എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് ഈ മെട്രിക്സ് എങ്ങനെ എഴുതാൻ പറ്റും? ഈ മെട്രിക്സ് ദാറ്റ് ഈസ് T ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എന്തുവായിരുന്നു? T11. അതെന്തുവാ? സ്മോൾ എം. സെക്കൻഡ് ടേം T12 0, തേർഡ് 0, അടുത്ത റോയില് T21 0, പിന്നത്തത് ക്യാപിറ്റൽ എം, പിന്നത്തത് 0, അടുത്തതും 0 0 സ്മോൾ എം എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ 3/3 മെട്രിക്സ് കൈനറ്റിക് എനർജിയുടെ 3/3 മെട്രിക്സ് നമുക്ക് ഓരോ ടേം ഈ ഇക്വേഷൻ ബേസ് ചെയ്ത് നമ്മൾ ഓരോ ടേമും കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി മെട്രിക്സ്.